നമസ്കാരം, സിറ്റി ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. പിണറായി സർക്കാരിന്റേത് ദുർഭരണമെന്ന് RSP പ്രതിഷേധ സൂചകമായി കലക്ട്രേറ്റ് പടിക്കൽ കൂട്ടായ്മ സംഘടിപ്പിച്ചു. RSP ജില്ലാ കമ്മിറ്റി നേതൃത്വം നൽകി. മുഖ്യമന്ത്രി സമൂഹത്തിന് മുന്നിൽ കരിനിഴലിലെന്നും RSP. ഓണറേറിയം 15,000 രൂപയായി ഉയർത്തണം. DPM ഓഫീസിലേക്ക് മാർച്ച് നടത്തി ആശാ വർക്കേഴ്സ് യൂണിയൻ. മാർച്ച് CITUവിന്റെ നേതൃത്വത്തിൽ. പെൻഷൻ പ്രായം 65 വയസ്സായി ഉയർത്തണമെന്നും ആവശ്യം. ഉന്നത വിജയികൾക്കും അവാർഡ് ജേതാക്കൾക്കും അനുമോദനം. വിജയികൾക്ക് യശോദ ആയാടത്തലിന്റെ സ്മരണാർത്ഥമുള്ള ക്യാഷ് അവാർഡ്. മലയാള പുരസ്കാരം ജേതാവ് ജനു ആയിച്ചാൻ കണ്ടിക്കും കർഷകൻ PP ഷെരീഫിനും ആദരവ്. വാർത്തകൾ വിശദമായി. പിണറായി സർക്കാരിന്റെ ദുർഭരണത്തിനും അഴിമതിക്കുമെതിരെ RSP കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കലക്ട്രേറ്റ് പടിക്കൽ പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചു. കേന്ദ്ര കമ്മിറ്റി അംഗം ഇല്ലിക്കൽ അഗസ്തി ഉദ്ഘാടനം ചെയ്തു. ആശ്വാസരംഗത്തായാലും സാമൂഹിക കൂട്ടായ്മയിലായാലും സാക്ഷരതയിലായാലും ഏത് രംഗത്തായാലും അതിൻ്റെ അന്തസ്സ് ഉയർത്തിപ്പിടിക്കുന്ന കേരള സമൂഹം ആ കേരളത്തെ ഭരിക്കുന്ന മുഖ്യമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം ഞാൻ നേരത്തെ സൂചിപ്പിച്ച സീസറിന് മാത്രമല്ല സീസറിൻ്റെ ഭാര്യ പോലും ശരിയായിരിക്കുമെന്ന് പറയുന്ന ആ ഒരു കാഴ്ചപ്പാടുള്ള ഒരു സമൂഹത്തിൽ മുഖ്യമന്ത്രി ഇന്ന് കരിനിഴലിലാണ്, ആരോപണങ്ങളുടെ പിന്നിലാണ്. മുഖ്യമന്ത്രിയുടെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് ഗൂഢമായ കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ എന്ന വസ്തുത നാം തിരിച്ചറിയണം. ജില്ലാ സെക്രട്ടറി V. മോഹനൻ അധ്യക്ഷത വഹിച്ചു. ജോൺസൺ P. തോമസ്, V. ഷാജി, രത്നകുമാർ വൈദ്യർ, P. രത്നമണി, KNP നാസർ എന്നിവർ നേതൃത്വം നൽകി. ലോക ഹൃദയാരോഗ്യ ദിനം. പട്ടുവം കുടുംബാരോഗ്യ കേന്ദ്രം മെഡിക്കൽ ഓഫീസർ ഡോക്ടർ രശ്മി മാത്യു, ഡോക്ടർ അരുൺ ശങ്കർ തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ വ്യായാമത്തിന്റെ പ്രാധാന്യം ഓർമ്മിപ്പിച്ചുകൊണ്ട് സൂംബ ഡാൻസ് സംഘടിപ്പിച്ചു. നൃത്തസംഘത്തിൽ ഭാവന JHI, JPHN രാജശ്രീ, ലജിത AV, JPHN പാലിയേറ്റീവ് നഴ്സ് സുകന്യ, നീന, സ്നേഹ തുടങ്ങി MLSP നഴ്സുമാരും ക്ലർക്ക് സുനിത, സ്റ്റാഫ് നഴ്സ് സിജി, ആശാപ്രവർത്തക ഷീമ എന്നിവരും പങ്കെടുത്തു. ഭക്ഷണ നിയന്ത്രണവും വ്യായാമവും ലഹരി ഉപയോഗവും ഒഴിവാക്കുക വഴി ഹൃദ്രോഗം തടയാമെന്ന് മെഡിക്കൽ ഓഫീസർ ബോധവൽക്കരണ വേളയിൽ ആവർത്തിച്ചു വ്യക്തമാക്കി. പ്രശസ്ത പിന്നണി ഗായകൻ സജിത് നമ്പ്യാർ നേതൃത്വം നൽകുന്ന SN മ്യൂസിക് എന്ന സംഗീത കൂട്ടായ്മയുടെ കണ്ണൂർ ജില്ലാ ഘടകമായ ശ്രുതിലയം ഓണാഘോഷം സംഘടിപ്പിച്ചു. കണ്ണൂർ പോലീസ് സൊസൈറ്റി ഹാളിൽ സഞ്ജു മാമ്പയിൽ, സജേഷ് വീണ, രാധാകൃഷ്ണൻ, സുരേഷ് തയ്യിൽ, രഹന എന്നിവർ ചേർന്ന് ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം നിർവഹിച്ചു. വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ചവരെ ആദരിച്ചു. പരിപാടികളും അരങ്ങേറി. ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ 1992 SSLC ബാച്ചിന്റെ ആഭിമുഖ്യത്തിൽ ഒക്ടോബർ 6-ന് കണ്ണൂർ ബിനാലെ ഇന്റർനാഷണലിൽ വെച്ച് നടക്കുന്ന മിലൻ 92 കുടുംബ സംഗമത്തിന് മുന്നോടിയായി കണ്ണൂർ തളാപ്പ് മിക്സഡ് UP സ്കൂളിൽ വെച്ച് LP UP ഹൈസ്കൂൾ വിഭാഗത്തിലെ കുട്ടികൾക്കായി ചിത്രരചനാ മത്സരം സംഘടിപ്പിച്ചു. ലോക ഹൃദയാരോഗ്യ ദിനത്തോടനുബന്ധിച്ചുള്ള സന്ദേശമായിരുന്നു മത്സര തീം. കണ്ണൂർ കന്റോൺമെന്റ് ബോർഡ് മെമ്പർ രതീഷ് ആന്റണി ചിത്രരചനാ മത്സരം ഉദ്ഘാടനം ചെയ്തു. നമുക്കറിയാം, നമ്മുടെ ഒത്തിരി കൊച്ചു കൊച്ചു കഴിവുകളാണ്. എല്ലാവരും വലിയ ചിത്രകാരന്മാരെങ്കിൽ നമ്മൾ ഈ കൊച്ചു കൊച്ചു കഴിവുകൾ വളർത്തിയെടുക്കണം. നമ്മുടെ ഉള്ളിലുള്ള ആശയങ്ങൾ, ചിന്തകൾ, നമ്മുടെ മനോഹരമായ ചിന്തകൾ ഈ ക്യാൻവാസിലേക്ക് നമ്മൾ ക്രയോൺസിൽ ഉപയോഗിച്ച് നമ്മൾ ചെയ്യുന്നു. അപ്പോൾ ഇന്നത്തെ ഒരു വളരെ നല്ലൊരു ദിവസമായി മാറട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ചെറിയ LP വിഭാഗത്തിൽ കുട്ടികൾക്ക് അവർക്ക് ചിത്രം കൊടുക്കുന്നു, അവർക്ക് ക്രയോൺസ് ഉപയോഗിച്ച് അവർ നന്നായിട്ട് മനോഹരമായിട്ട് പെയിൻറ്റ് ചെയ്യുന്നു. UP വിഭാഗത്തിലെ കുട്ടികൾക്ക് അവർ പ്രത്യേകം തീം തരുന്നു, അവർ വാട്ടർ കളർ ചെയ്യുന്നു. ഹൈസ്കൂൾ വിഭാഗത്തിലെ കുട്ടികൾക്ക് വളരെ പ്രത്യേകമായിട്ട് നമ്മുടെ ഇന്നത്തെ ഹെൽത്ത് ഇൻസ്പെക്ടർ ശ്രീകാന്ത് ഇവിടെ വന്നപ്പോഴാണ് ഇന്ന് അറിയോ ലോക ഹൃദയാരോഗ്യ ദിനമാണ് അല്ലേ? ലോക ഹൃദയാരോഗ്യ ദിനത്തിൽ ആ ഒരു തീമാണ് നിങ്ങൾ തരുന്നത്. കുറച്ച് കടുകട്ടിയാണെന്ന് നിങ്ങൾ തോന്നുന്നുണ്ടോ? ഇല്ല, നമുക്കറിയാം നമ്മുടെ ശരീരത്തെക്കുറിച്ച് നമ്മളൊന്ന് ചിന്തിക്കണം. നമ്മുടെ ഏറ്റവും മനോഹരമായ നമ്മുടെ ശരീരം നന്നായി ചിന്തിക്കുക. നമുക്കറിയാം ഇന്നത്തെ ലോകത്ത് മദ്യത്തിനും മയക്കുമരുന്നിനും അടിമപ്പെട്ടിരിക്കുന്ന ഒരു വലിയൊരു സമൂഹമുണ്ട്. അതിനെതിരെ നമ്മൾ ചിന്തിച്ചുകൊണ്ട്
നമ്മുടെ ഹൃദയം നമ്മുടെ സ്വന്തമാണ് അല്ലേ, മറ്റുള്ളവരോട് കൂടി പങ്കുവയ്ക്കാനുള്ളതാണ്. അതിലൂടെ നമ്മുടെ സ്നേഹവും കരുണയൊക്കെ പങ്കുവയ്ക്കേണ്ട ആ ഒരു വലിയൊരു സന്ദേശം കൊടുക്കുന്ന രീതിയിൽ നമ്മുടെ ഹൃദയം സംരക്ഷിക്കണം എന്നുള്ള ചിന്ത കൊണ്ടു കൊടുക്കുന്ന രീതിയിൽ നിങ്ങൾ ആ ഒരു വലിയൊരു ആശയത്തെ നിങ്ങളുടെ കാഴ്ചപ്പാടുകൾ നിങ്ങളത് ക്യാൻവാസിലേക്ക് പെൻസിൽ ഡ്രോയിങ്ങിൽ നിങ്ങൾ ചെയ്യേണ്ടത്. അപ്പോൾ വളരെ ആ ഒരു തീം ലോക ഹൃദയാരോഗ്യ ദിനത്തിൽ നമുക്കറിയാം മദ്യവും മയക്കുമരുന്നിനും എതിരെയുള്ള ഒരു സന്ദേശം കൊടുക്കുന്ന ഒരു തീം നിങ്ങൾ ഇന്ന് നടക്കാൻ കഴിയും. പരിപാടിക്ക് മിലൻ 92 ബാച്ചിന്റെ പ്രസിഡന്റ് ഫാസിൽ പാലക്കോടൻ അധ്യക്ഷത വഹിച്ചു. സുനിൽ കെ സ്വാഗതവും വിനോദ് ചന്ദ്രൻ നന്ദിയും പറഞ്ഞു. നൌഷാദ് JM, ഷക്കീർ AV, യാക്കോബ്, ഷിബു കൃഷ്ണോത്തി എന്നിവർ നേതൃത്വം നൽകി. മത്സര വിജയികൾക്കുള്ള സമ്മാന വിതരണം ഒക്ടോബർ 6 ബിനാലെ ഇന്റർനാഷണൽ നടക്കുന്ന ചടങ്ങിൽ വെച്ച് കണ്ണൂർ കോർപ്പറേഷൻ മേയർ മുസ്ലിം മഠത്തിൽ വിതരണം ചെയ്യും. ഇനിയൊരു ഇടവേളയ്ക്ക് മുമ്പായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പിണറായി സർക്കാരിന്റേത് ദുർഭരണമെന്ന് RSP പ്രതിഷേധ സൂചകമായി കലക്ട്രേറ്റ് പടിക്കൽ കൂട്ടായ്മ സംഘടിപ്പിച്ചു. RSP ജില്ലാ കമ്മിറ്റി നേതൃത്വം നൽകി. മുഖ്യമന്ത്രി സമൂഹത്തിന് മുന്നിൽ കരിനിഴലിലെന്നും RSP. ഓണറേറിയം 15,000 രൂപയായി ഉയർത്തണം. DPM ഓഫീസിലേക്ക് മാർച്ച് നടത്തി ആശാ വർക്കേഴ്സ് യൂണിയൻ. മാർച്ച് CITUവിന്റെ നേതൃത്വത്തിൽ. പെൻഷൻ പ്രായം 65 വയസ്സായി ഉയർത്തണമെന്നും ആവശ്യം. ഉന്നത വിജയികൾക്കും അവാർഡ് ജേതാക്കൾക്കും അനുമോദനം. വിജയികൾക്ക് യശോദ ആയാടത്തലിന്റെ സ്മരണാർത്ഥമുള്ള ക്യാഷ് അവാർഡ്. മലയാള പുരസ്കാരം ജേതാവ് ജനു ആയിച്ചാൻ കണ്ടിക്കും കർഷകൻ PP ഷെരീഫിനും ആദരവ്. പറഞ്ഞ തുക മുഴുവനുണ്ട്, വേണേ എണ്ണി നോക്കിക്കോളൂ. അത് കുഴപ്പമില്ല. നീ പോലെ മേക്കപ്പ് ആർട്ടിസ്റ്റൊക്കെയായി നന്നായി സമ്പാദിക്കുന്നുണ്ടല്ലോ. എന്ത് ചെയ്യാനാ മോളെ, ജീവിക്കണ്ടേ? കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്നതിന് മുന്നേ തന്നെ ഇത്തരം വർക്ക്സ് ഒക്കെ ചെയ്യാൻ പറ്റും. അതിന് എക്സ്പീരിയൻസ് ഒക്കെ വേണ്ടേ? പെർഫെക്റ്റ് ട്രെയിനിങ് കിട്ടുന്നുണ്ടെങ്കിൽ എല്ലാം സിമ്പിൾ അല്ലേ? കോഴ്സ് ചെയ്തുകൊണ്ടിരിക്കുമ്പോ തന്നെ സമ്പാദിക്കാൻ പറ്റുന്ന രീതിയിലാണ് GITD അവരുടെ ഓരോ സിലബസും ട്രെയിനിങ്ങും എല്ലാം ക്രമീകരിച്ചിട്ടുള്ളത്. Professional Diploma in Fashion Designing, Advanced Diploma in Fashion Designing and Diploma in Fashion Designing. Professional Diploma in Beautician and Cosmetology, Advanced Diploma in Beautician and Cosmetology and Diploma in Beautician. പരിചയസമ്പന്നരായ അധ്യാപകരുടെ നേതൃത്വത്തിലുള്ള പ്രീ പ്രൈമറി ടീച്ചേഴ്സ് ട്രെയിനിംഗ് കോഴ്സ്, കൂടാതെ ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ ക്ലാസുകൾ. GITD തൊഴിൽ പരിശീലനത്തിലൂടെ സ്ത്രീ ശാക്തീകരണം. GITD എന്റെ അഭിമാനം, എന്റെ മേൽവിലാസം. മഹാറാണി ജ്വല്ലേഴ്സ്, ബാങ്ക് റോഡ് കണ്ണൂർ, AVK നായർ റോഡ് തലശ്ശേരി, MO റോഡ് തൃശൂർ. ഇപ്പൊ മൈജിയിൽ സൂപ്പർ EMIയുടെ കാലമാണ്. ദിവസേന ചെറിയ തുകകൾ മാറ്റിവെച്ചോ മാസാമാസമോ EMI അടച്ച് സ്വപ്നത്തിലുള്ള ഹോം അപ്ലയൻസസും ഇലക്ട്രോണിക് ഉപകരണങ്ങളും സ്വന്തമാക്കാം. വാങ്ങുമ്പോഴേ നല്ലത് തന്നെ വാങ്ങണം, കാരണം ഇത് ഫ്യൂച്ചറിലേക്കും കൂടി ഉള്ളതല്ലേ. മൈജി ഫ്യൂച്ചർ, സൗത്ത് ഇന്ത്യസ് ലാർജസ്റ്റ് കൺസ്യൂമർ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം അപ്ലയൻസസ് സ്റ്റോർ.
പറന്നേ പൂവേ പൊലി പൂവേ പൊലി പൂവേ പൊലിയേ ഓണം വന്നേ തിരുവോണം വന്നേ സന്തോഷം വിരിഞ്ഞേ സന്തോഷം ഓണം വന്നേ തിരുവോണം വന്നേ പൂക്കൾ വിടർന്നേ പൂമ്പാറ്റകൾ പറന്നേ പൂവേ പൊലി പൂവേ പൊലി പൂവേ പൊലിയേ സന്തോഷം വിരിഞ്ഞേ സന്തോഷം ഓണം വന്നേ തിരുവോണം വന്നേ പൂക്കൾ വിടർന്നേ പൂമ്പാറ്റകൾ പറന്നേ പൂവേ പൊലി പൂവേ പൊലിയേ ഓണം ഓണമുണ്ടെങ്കിൽ സന്തോഷവുമുണ്ട്. ഓണമുണ്ടെങ്കിൽ ഓണക്കോടിയുമുണ്ട്. ലുലു സാരീസ് കോടിയുടുത്ത് ഓണം. ലുലു സാരീസ് കണ്ണൂർ, തലശ്ശേരി ആൻഡ് കുറ്റ്യാടി. ആഗ്രഹങ്ങൾക്കൊപ്പം അതിരുകളില്ലാതെ. വാർത്തയിലേക്ക്. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ആശാ വർക്കേഴ്സ് യൂണിയൻ CITUവിന്റെ നേതൃത്വത്തിൽ കണ്ണൂർ DPM ഓഫീസിലേക്ക് മാർച്ച് നടത്തി. CITU ജില്ലാ ജനറൽ സെക്രട്ടറി K മനോഹരൻ ഉദ്ഘാടനം ചെയ്തു. വിവരങ്ങൾ ശേഖരിക്കണം. കേരളത്തിനകത്താണ് ഏറ്റവും കൂടുതൽ ജീവിതശൈലി രോഗങ്ങൾ. നമ്മുടെ നാട്ടിനകത്തുള്ള മനുഷ്യരെ എടുത്താൽ ഷുഗറില്ലാതെ മനുഷ്യരില്ല. ഇപ്പോൾ കേരളത്തിനകത്ത് ഷുഗർ രോഗികളുടെ എണ്ണം വർദ്ധിക്കുകയാണ്. നമ്മുടെ ജീവിതശൈലിക്കകത്ത് വലിയ മാറ്റം വന്നു. പ്രഷർ രോഗികളുടെ എണ്ണം കേരളത്തിനകത്ത് പെരുകിക്കൊണ്ടേയിരിക്കുന്നു. അതിനെക്കുറിച്ച് പഠനം നടത്തണം. ആശാ വർക്കർമാർക്ക് തർക്കമില്ല. അതേപോലെ തന്നെ കൊളസ്ട്രോൾ ഇല്ലാത്ത ആളുകളുടെ എണ്ണത്തിനകത്ത് കുറവ് വരികയാണ്. കൊളസ്ട്രോൾ കൂടിക്കൊണ്ടേയിരിക്കുന്നു. ഷുഗർ കൂടുന്നു, പ്രഷർ കൂടുന്നു, കൊളസ്ട്രോൾ കൂടുന്നു. അതുപോലുള്ള നിരവധി ജീവിതശൈലി രോഗങ്ങൾ മലയാളിയെ പിടികൂടിക്കൊണ്ടിരിക്കുന്ന ഘട്ടത്തിൽ അതിനെക്കുറിച്ച് വ്യക്തമായ ഒരു പഠനം നടത്തേണ്ടുന്നത്, വ്യക്തമായ ഒരു സർവേ നടത്തേണ്ടുന്നത് നമ്മുടെ സംസ്ഥാനത്തുള്ള ജനങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അത്യന്താപേക്ഷിതമാണ്. ഓണറ്റേറിയം 15,000 രൂപയാക്കുക, പെൻഷൻ പ്രായം 65 വയസ്സാക്കുക, പിരിയുമ്പോൾ 5 ലക്ഷം രൂപയും 5,000 രൂപ പെൻഷനും അനുവദിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടായിരുന്നു മാർച്ച്. ജില്ലാ പ്രസിഡന്റ് N ശ്രീജ അധ്യക്ഷത വഹിച്ചു. രജനി മോഹനൻ, P പ്രീത, ബീന കൃഷ്ണൻ എന്നിവർ നേതൃത്വം നൽകി. കുറുവ കാനാമുഴ സോൺ റെസിഡൻസ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ ഈ വർഷത്തെ ഓണാഘോഷം വിവിധ പരിപാടികളോടെ നടന്നു. വൈകിട്ട് 7 മണിക്ക് നടന്ന സമാപന സമ്മേളനം വാർഡ് കൌൺസിലർ മിനി ഉദ്ഘാടനവും വിജയികൾക്കുള്ള സമ്മാന വിതരണവും നിർവഹിച്ചു. നമ്മളെ മഹാബലിനെ കേട്ടില്ലേ? ആരാ മഹാബലി? അറിയില്ലല്ലേ? നമ്മളെ ഇന്നത്തെ കുട്ടികൾക്ക് പല ചരിത്രങ്ങളും മറന്നു പോയിട്ടുണ്ട്. അപ്പോൾ നമ്മളെ കുറേ അമ്മമാരെല്ലാം ഉണ്ട്. അപ്പോൾ അവരെല്ലാം വീട്ടിൽ പോയിട്ട് ഇന്ന് മഹാബലിയെ കുറിച്ച് പറഞ്ഞിരുന്നു കേട്ടോ. ഞാനിന്ന് സമ്മാനദാനം തരാനാണ് വന്നിട്ടുള്ളത്, എന്നെ ക്ഷണിച്ചിട്ടുള്ളത്. അപ്പോൾ മഹാബലിൻ്റെ കഥയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ ആവും. എന്തായാലും നമ്മൾ മഹാബലിയൊക്കെ ഉദ്ദേശിക്കുന്നത് ഏത് ജാതി മതത്തിൽപ്പെട്ട ആരും ആയാലും ഉദ്ദേശിക്കുന്നത് നമ്മൾ എല്ലാവരും ഒന്നാണ് എന്നുള്ളത് തന്നെയാണ്. അപ്പം നമ്മളെല്ലാവരും ഒന്നായി. ഈ കൂട്ടായ്മ തന്നെ അതിന് ഉദാഹരണമാണ്. നമ്മളെ ഈ റെസിഡൻസ് അസോസിയേഷൻ്റെ നേതൃത്വത്തിൽ നടന്ന ഈ പരിപാടി നല്ല വിജയപ്രദമാണ് എന്ന് ഇവിടെ കാണുന്ന ആൾക്കൂട്ടത്തിൽ തന്നെ കണ്ടാൽ മനസ്സിലാവും. എല്ലാവരും നല്ല ആവേശത്തിലാണ്. തിരുവോണനാളിൽ പൂക്കള മത്സരവും 28 കുട്ടികൾക്കായി ചിത്രരചന മത്സരവും 29 LKG മുതൽ സീനിയർ സിറ്റിസൺ വരെ ഉള്ളവർക്കായി കായിക മത്സരങ്ങളും നടന്നു. യോഗത്തിൽ KK രാജീവ് അധ്യക്ഷത വഹിച്ചു. MK രതീശൻ, ഹരിദാസൻ, ബോബി എന്നിവർ സംസാരിച്ചു. തുടർന്ന് നടന്ന കമ്പവലി മത്സരം കാണികൾ ആവേശത്തോടെയാണ് സ്വീകരിച്ചത്. സ്ത്രീകളും പുരുഷന്മാരും പ്രത്യേകം ടീമുകളായിട്ടായിരുന്നു മത്സരം. കുട്ടികൾ ഉത്സാഹത്തോടെ ബലൂൺ പൊട്ടിക്കാൻ ഇറങ്ങിയപ്പോൾ മുതിർന്നവർ ഭാരപരിശോധനയ്ക്കായി ഇഷ്ടിക ഹോൾഡിങ്ങിൽ ഇറങ്ങി. കാണികളെല്ലാവരും നിറഞ്ഞ കയ്യടികളോടെയായിരുന്നു ഓരോ പരിപാടിയും ഏറ്റെടുത്തത്. കുറുവ കാനാമ്പുഴ സോൺ റെസിഡൻസ് അസോസിയേഷൻ എല്ലാ വർഷവും വിപുലമായ രീതിയിൽ തന്നെയാണ് ആഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചു വരുന്നത്.
കേരളത്തിലെ സമുദ്രത്തെ മലയാളികൾ കൈയൊഴിയുകയാണെന്നും ബംഗാളികളാണ് മത്സ്യബന്ധനത്തിൽ ഏർപ്പെടുന്നതെന്നും അഖില കേരള ധീവരസഭ സംസ്ഥാന ജനറൽ സെക്രട്ടറിയും മുൻ MLA-യുമായ വി ദിനകരൻ കണ്ണൂർ തയ്യിൽ ശ്രീ കൂറുമ്പ ഓഡിറ്റോറിയത്തിൽ ധീവരസഭ കണ്ണൂർ ജില്ലാ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. നഴ്സിംഗ് ആയാലും BSc നഴ്സിംഗ് ആയാലും MBBS ആയാലും BDS ആയാലും ഡോക്ടറേറ്റ് ഉള്ളവരായാലും എല്ലാം നിരവധി പേര് ഉയർന്നു വരുന്നുണ്ട്. നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ആൺകുട്ടികളെ കാര്യത്തിൽ പ്രത്യേകമായ ശ്രദ്ധ പതിപ്പിക്കാൻ തയ്യാറാക്കുന്നു. അവരെ വിദ്യാഭ്യാസം ചെയ്യണം. പിന്നെ മത്സ്യബന്ധനത്തിന് പോയിട്ട് ഇനി ഉപജീവനം നടത്താമെന്ന് ആരും വിചാരിക്കാനും വേണ്ട. അത് കടലിലായാലും കായലിലായാലും ശരി മത്സ്യബന്ധനം അന്യം നിന്ന് വരികയാണ്. പറയാമല്ലോ, ഇപ്പോൾ മത്സ്യബന്ധനത്തിന് എവിടെ ചെന്നാലും മത്സ്യബന്ധന വള്ളങ്ങളിൽ തന്നെ പണിക്ക് പോകുന്നത് ഇപ്പോൾ പലരും ബംഗാളികളാണ്. ബംഗാളികൾക്ക് പ്രത്യേകമായി വീടെടുത്ത് കൊടുത്ത് നമ്മൾ താമസിപ്പിച്ച് നമ്മുടെ വള്ളങ്ങളിൽ പണിക്ക് പോകുന്നുണ്ട്. തെക്കൻ മേഖലയിലുമുണ്ട്. ഫിഷിംഗ് ബോട്ടിൽ ചെന്നാലും വള്ളങ്ങളിൽ ചെന്നാലും ബംഗാളികളായിട്ടുള്ള മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള തൊഴിലാളികളാണ് ഇപ്പോൾ പണിക്ക് പോകുന്നത്. നമ്മൾ ആ പണിയിൽ നിന്നും നമ്മൾ അകന്നു പോയിക്കൊണ്ടിരിക്കുന്ന സാഹചര്യമാണല്ലോ. അഡ്വക്കേറ്റ് US ബാലൻ അധ്യക്ഷത വഹിച്ചു. കണ്ണൂർ കോർപ്പറേഷൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സിയാദ് തങ്ങൾ മുഖ്യ അതിഥിയായി. ധീരവ സമുദായത്തെ പട്ടികജാതിയിൽ ഉൾപ്പെടുത്തണമെന്ന് സമ്മേളനം ആവശ്യപ്പെട്ടു. K. ദുർഗദാസ്, KK തമ്പി, P. ഗോവിന്ദൻ, S. സോമൻ, T. സത്യനാഥൻ, K. രതീശൻ, M. പവിത്രൻ, MV സുനിൽകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. കടലായി ശ്രീനാരായണ ഗുരു സ്മാരക വായനശാല ആൻഡ് ഗ്രന്ഥാലയം യശോദ ആയാടത്തലിന്റെ സ്മരണാർത്ഥം SSLC +2 LSS വിജയികൾക്ക് ക്യാഷ് അവാർഡുകൾ വിതരണവും മലയാള പുരസ്കാരം നേടിയ ജനു ആയിച്ചാൻ കണ്ടി, യുവ കർഷക അവാർഡ് നേടിയ PP ഷെരീഫ് അഹമ്മദ് എന്നിവരെയും ആദരിച്ചു. കോർപ്പറേഷൻ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സുരേഷ് ബാബു എളിയാവൂർ ഉദ്ഘാടനം ചെയ്തു. ശ്രീനാരായണ ഗുരുദേവൻ പറഞ്ഞു, ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യൻ. എല്ലാവരും ഒരു ജാതിയാണ് മനുഷ്യർ. എല്ലാവർക്കും ഒരു മതമാണ്. എല്ലാ ദൈവങ്ങൾക്കും ഒരു മതമാണ്. അവരെല്ലാം മനുഷ്യമതമാണ്, മനുഷ്യന്റെ ദൈവമാണ് എന്ന് പറഞ്ഞെടുത്ത് സഹോദരൻ അയ്യപ്പൻ പേര് വന്നു. സഹോദരൻ അയ്യപ്പൻ പറഞ്ഞാൽ പറയാ, പഠിച്ചോ, എഴുതി വെച്ചോ. നിങ്ങളെല്ലാം ജീവിതത്തിൽ നമ്മളെല്ലാം വെവ്വേറെ ജാതി, വെവ്വേറെ മതം പറഞ്ഞ് ജീവിക്കുന്നിടത്ത് സഹോദരൻ അയ്യപ്പൻ നാരായണ ഗുരുവിന്റെ മുഖത്ത് നോക്കി പറഞ്ഞു, ജാതി വേണ്ട, മതം വേണ്ട, ദൈവം വേണ്ട, മനുഷ്യന്. അത് പിറന്ന നാടാണ് മിസ്റ്റർ ഹരിതൻ. ഈ കേരളം 1760-കളിൽ ഈ കേരളത്തിൽ 64-ലാണ് ഒരു മഹാൻ ഒരു കവിത എഴുതി. ആ മഹാന്റെ പേര് എന്താണെന്ന് അറിയുമോ? അറിയണം, പറയട്ടെ. M. പവിത്രൻ. കേട്ടവരുടെ കൈ ഒന്നിച്ച്. അച്ഛന്റെ പേര് പവിത്രനാകാം, അയൽപക്കക്കാരന്റെ പേര് പവിത്രൻ. ആ പവിത്രനല്ല. ഞങ്ങളിലില്ല ഹൈന്ദവ രക്തം, ഞങ്ങളിലില്ല ഇസ്ലാം രക്തം. AP ഹരിതൻ അധ്യക്ഷനായി. കൗൺസിലർ KV അനിത, ലൈബ്രറി കൗൺസിൽ താലൂക്ക് സെക്രട്ടറി M. ബാലൻ, ഹെഡ്മാസ്റ്റർ K. സുനിൽ, വിനീത് ആയാടത്തിൽ, T. ശംസുദ്ദീൻ എന്നിവർ സംസാരിച്ചു. പയ്യന്നൂരിലെ ഓട്ടോ ഡ്രൈവർ ചിത്രലേഖ രോഗശയ്യയിൽ. ക്യാൻസർ രോഗബാധിതയായി ഇവർ ഇപ്പോൾ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ സുമനസ്സുകളുടെ കനിവ് തേടുകയാണ്. നിത്യവൃത്തിക്ക് വേണ്ടി ആദ്യം പയ്യന്നൂർ എടാട്ടിലും പിന്നീട് കാട്ടാമ്പള്ളിയിലും ഓട്ടോറിക്ഷ ഓടിക്കുന്നതിനിടെ CPM-ൽ നിന്നും നിരന്തരമായ ആക്രമണം നേരിട്ടതോടെയാണ് ചിത്രലേഖ വാർത്തകളിൽ നിറഞ്ഞത്. പയ്യന്നൂരിലെ ചിത്രലേഖ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പൊരുതിയത് രാഷ്ട്രീയ പാർട്ടികളോടും നിയമവ്യവസ്ഥിതികളോടും ആയിരുന്നു. നിരന്തരമായി പല ഭാഗങ്ങളിൽ നിന്നും അവഗണനകൾ ഉൾപ്പെടെ നേരിട്ടിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ രോഗശയ്യയിൽ ദിവസങ്ങൾ തള്ളി നീക്കുകയാണ് അവർ. ജീവിതം തിരിച്ചുപിടിക്കാനുള്ള നിശ്ചയദാർഢ്യം മാത്രമാണ് ചിത്രലേഖയെ പൊരുതാൻ പ്രേരിപ്പിക്കുന്നത്. നിത്യവൃത്തിക്ക് വേണ്ടി ആദ്യം പയ്യന്നൂർ എടാട്ടിലും പിന്നീട് കാട്ടാമ്പള്ളിയിലും ഓട്ടോ ഓടിക്കുന്നതിനിടെ CPM-ൽ നിന്ന് നിരന്തരമായ അക്രമമാണ് ദളിത് സ്ത്രീ കൂടിയായിട്ടുള്ള ചിത്രലേഖയ്ക്ക് നേരിടേണ്ടി വന്നത്. CPM-വുമായുള്ള അഭിപ്രായ വ്യത്യാസം തുറന്നടിച്ച് പ്രകടിപ്പിക്കുന്ന പ്രകൃതമായിരുന്നു ചിത്രലേഖയുടേത്. അതുകൊണ്ട് തന്നെ ചിത്രലേഖയ്ക്ക് പാർട്ടി പ്രവർത്തകരിൽ നിന്നും പരിഹാസങ്ങളും പലപ്പോഴായി അക്രമവും നേരിടേണ്ടി വന്നു. ആദ്യം എടാട്ട് വെച്ച് ചിത്രലേഖയുടെ ഓട്ടോ കത്തിച്ചിരുന്നു. പീഡനം സഹിക്കവയ്യാതെ കാട്ടാമ്പള്ളിയിലേക്ക് താമസം മാറ്റിയെങ്കിലും 2023 ആഗസ്റ്റിലും ചിത്രലേഖയുടെ ഓട്ടോ കത്തിച്ചു. രണ്ട് സംഭവങ്ങൾക്ക് പിന്നിലും CPM ആണെന്നാണ് ചിത്രലേഖയുടെ ആരോപണം. ജീവിക്കാൻ അനുവദിക്കണം എന്നാവശ്യപ്പെട്ട് കളക്ടറേറ്റിന് മുന്നിൽ സമരവും നടത്തിയിരുന്നു. കണ്ണൂരിൽ ഓട്ടോ ഓടിക്കാൻ പെർമിറ്റിന് അപേക്ഷ നൽകിയെങ്കിലും അനുവദിക്കപ്പെട്ടില്ല. ഇതിനുവേണ്ടി പ്രയത്നിക്കുന്നതിനിടയിലാണ് ക്യാൻസറിന്റെ പിടിയിൽപ്പെട്ട് ആശുപത്രിയിലാവുന്നത്. ചികിത്സയ്ക്ക് ലക്ഷങ്ങൾ ചെലവ് വരുമെന്ന് ചിത്രലേഖ പറയുന്നു. ചില ഘട്ടങ്ങളിൽ പിന്നെ ചികിത്സ ലഭ്യമാവും, ചില ഘട്ടങ്ങളിൽ ചികിത്സ ലഭ്യമാവൂല എന്നാണ് പറഞ്ഞത്. എന്നിരുന്നാലും ഇത്രയും ദിവസങ്ങളല്ലേ ആയുള്ളൂ എന്ന് വെച്ച് ഞാൻ ചികിത്സക്ക് വേണ്ടി എല്ലാവരും മുന്നിലും കൈ നീട്ടി. പക്ഷേ കുറച്ച് ഘട്ടങ്ങൾ ഇങ്ങനെ മുന്നോട്ട് പോകാനേ സാധിച്ചുള്ളൂ. പൂർണ്ണമായിട്ട് നമുക്ക് ചികിത്സ എടുക്കാൻ സാധിച്ചില്ല. അത് സാമ്പത്തിക വിഷമം കൊണ്ട് മാത്രമാണ്.
പണത്തിന് ബുദ്ധിമുട്ടുള്ളത് ചികിത്സയെ പ്രതികൂലമായി ബാധിക്കുമെന്ന ആശങ്കയും ഇവർക്കുണ്ട്. ചികിത്സയുടെ ഭാഗമായി 3 സൈക്കിൾ കീമോയാണ് ഡോക്ടർ നിർദ്ദേശിച്ചിട്ടുള്ളത്. ഇതിനൊക്കെ പണം എവിടെ നിന്ന് ലഭ്യമാക്കുമെന്ന ആശങ്കയിലാണ് ചിത്രലേഖയും ഭർത്താവും. കണ്ണങ്കണ്ടി ഈ സ്റ്റോറിലെ തകർത്തോണം തിമിർത്തോണത്തിന്റെ ഭാഗമായുള്ള ദമ്പതിമാർക്കുള്ള ആദ്യ വിദേശയാത്രയുടെ നറുക്കെടുപ്പ് നടന്നു. IIA കണ്ണൂർ സെന്റർ സെക്രട്ടറി ആർക്കിടെക്ട് ലിജു ടിവിയാണ് നറുക്കെടുത്തത്. കരിങ്കൽക്കുഴി സ്വദേശി മനോജാണ് ഇത്തവണത്തെ വിജയി. കണ്ണങ്കണ്ടി ഈ സ്റ്റോർ തകർത്തോണം തിമിർത്തോണത്തിന്റെ ഭാഗമായി കൈനിറയെ സമ്മാനങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത്. 3 പേർക്ക് നിസാം മാഗ്നിസ് കോമ്പാക്ട് XUV കാറാണ് സമ്മാനമായി നൽകുന്നത്. മറ്റ് 3 പേർക്ക് ഇലക്ട്രിക് സ്കൂട്ടറുകളും 3 ദമ്പതികൾക്ക് വിദേശ യാത്രയും കണ്ണങ്കണ്ടി നൽകുന്നുണ്ട്. ഇന്ന് നടന്ന നറുക്കെടുപ്പിൽ വിദേശയാത്രയുടെ ആദ്യ ദമ്പതികളെയാണ് തെരഞ്ഞെടുത്തത്. കരിങ്കൽക്കുഴി സ്വദേശി മനോജാണ് വിജയിയായത്. ചടങ്ങിൽ കണ്ണങ്കണ്ടി മാനേജിംഗ് ഡയറക്ടർ ഫരീദ് കണ്ണങ്കണ്ടി, വസീം കണ്ണങ്കണ്ടി, ജനറൽ മാനേജർ സുരേഷ് അമ്പാടി, ബ്രാഞ്ച് മാനേജർ രഞ്ജിഷ് തുടങ്ങിയവർ പങ്കെടുത്തു. IIA കണ്ണൂർ സെന്റർ സെക്രട്ടറി ആർക്കിടെക്ട് ലിജു ടിവിയാണ് നറുക്കെടുപ്പ് നടത്തിയത്. വൈസ്മെൻ ഇന്റർനാഷണലിന്റെ 103ാമത് ആനിവേഴ്സറി സെലിബ്രേഷനും വെസ്റ്റേൺ ഇന്ത്യ റീജിയണൽ ഡിസ്ട്രിക്ട് 5ലെ വൈസ്മെൻ ക്ലബ് ഓഫ് കാനനൂറിന്റെ സൗത്ത് സ്ഥാനാരോഹണ ചടങ്ങും സത്യപ്രതിജ്ഞയും നടന്നു. ഹോട്ടൽ ബിനാലെ ഇന്റർനാഷണലിൽ നടന്ന ചടങ്ങ് റീജിയണൽ ഡയറക്ടർ KM ഷാജി ഉദ്ഘാടനം ചെയ്തു. വൈസ്മെൻ ഓർഗനൈസേഷൻ ലോകമെമ്പാടും വ്യാപിച്ചു കിടക്കുന്നതും ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ അംഗത്വമുള്ള കൂട്ടായ്മയാണ്. കേരളത്തിലെ ഏറ്റവും പഴക്കം ചെന്ന ക്ലബ്ബുകളിലൊന്നായ വൈസ്മെൻ ക്ലബ് ഓഫ് കാനനൂർ സൗത്ത് നിരവധി പതിറ്റാണ്ടുകളിലായി കമ്മ്യൂണിറ്റി സേവനത്തിലും കുടുംബ പങ്കാളിത്തത്തിലും മികച്ച പ്രകടനമാണ് കാഴ്ചവെക്കുന്നത്. KM രാമദാസ് അധ്യക്ഷനായ ചടങ്ങിൽ ക്ലബ്ബിൽ പുതുതായി അംഗത്വം സ്വീകരിച്ചവർക്ക് ഡിസ്ട്രിക്ട് ഗവർണർ മലബാർ രമേശ് സത്യവാചകം ചൊല്ലിക്കൊടുത്തു. എൻ്റെ ഉത്തരവാദിത്തങ്ങൾ സത്യസന്ധമായും നീതിപൂർവമായും എൻ്റെ കഴിവിനനുസരണമായും നിർവഹിക്കുമെന്ന് ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു. ഈശ്വരൻ അതിനെന്നെ സഹായിക്കട്ടെ. റീജിയണൽ സെക്രട്ടറി RC മധു പണിക്കർ പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട ക്ലബ്ബ് ഭാരവാഹികളുടെ സ്ഥാനാരോഹണ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. ക്ലബ്ബ് പ്രസിഡന്റായി K രാമദാസ്, സെക്രട്ടറിയായി പ്രീജിത്ത് പാലങ്ങാട്, ട്രഷററായി മാർട്ടിൻ, കൂടാതെ മറ്റ് ഭാരവാഹികളായ ദീപ്ത രാമദാസ്, രതീഷ് ആന്റണി, V സുജേഷ്, CV ഗിരിധര എന്നിവരാണ് പുതിയ ഭാരവാഹികൾ. ബാർ കൗൺസിൽ അംഗം അഡ്വക്കേറ്റ് CK രത്നാകരൻ പുതിയ പ്രോജക്റ്റ് ഉദ്ഘാടനം ചെയ്ത് ചാരിറ്റി ഫണ്ട് കൈമാറി. ഡിസ്ട്രിക്ട് ബുള്ളറ്റിൻ എഡിറ്റർ KT രവീന്ദ്രൻ, വിവിധ ക്ലബ്ബുകളെ പ്രതിനിധീകരിച്ച് ലേഖ P, ഉമാ സഹജൻ, അഡ്വക്കേറ്റ് പ്രകാശ് പോൾ, ദിനേശൻ PV, ജോയ് ജോൺ, G സുമേഷ് തുടങ്ങിയവർ സംസാരിച്ചു. ചടങ്ങിൽ മധു പണിക്കർ സ്വാഗതവും പ്രീജിത്ത് പാലങ്ങാട് നന്ദിയും പറഞ്ഞു. വൈസ്മെൻ ഇന്റർനാഷണലിന്റെ 103ാമത് ആനിവേഴ്സറി സെലിബ്രേഷന്റെ ഭാഗമായി വിവിധ കലാപരിപാടികൾ അരങ്ങേറി.
ഇനി സ്വർണം വെള്ളി നിരക്ക്. സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കല്ലറയ്ക്കൽ മഹാറാണി ജ്വല്ലേഴ്സ്, ബാങ്ക് റോഡ് കണ്ണൂർ, AVK നായർ റോഡ് തലശ്ശേരി, MO റോഡ് തൃശൂർ. സ്വർണം ഗ്രാമിന് 7080, പവന് 56,640, വെള്ളി 101 രൂപ. അവസാനമായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പിണറായി സർക്കാരിന്റേത് ദുർഭരണമെന്ന് RSP പ്രതിഷേധ സൂചകമായി കലക്ട്രേറ്റ് പടിക്കൽ കൂട്ടായ്മ സംഘടിപ്പിച്ചു. RSP ജില്ലാ കമ്മിറ്റി നേതൃത്വം നൽകി. മുഖ്യമന്ത്രി സമൂഹത്തിന് മുന്നിൽ കരിനിഴലിലെന്നും RSP. ഓണറേറിയം 15,000 രൂപയായി ഉയർത്തണം. DPM ഓഫീസിലേക്ക് മാർച്ച് നടത്തി ആശാ വർക്കേഴ്സ് യൂണിയൻ. മാർച്ച് CITUവിന്റെ നേതൃത്വത്തിൽ. പെൻഷൻ പ്രായം 65 വയസ്സായി ഉയർത്തണമെന്നും ആവശ്യം. ഉന്നത വിജയികൾക്കും അവാർഡ് ജേതാക്കൾക്കും അനുമോദനം. വിജയികൾക്ക് യശോദ ആയാടത്തലിന്റെ സ്മരണാർത്ഥമുള്ള ക്യാഷ് അവാർഡ്. മലയാള പുരസ്കാരം ജേതാവ് ജനു ആയിച്ചാൻ കണ്ടിക്കും കർഷകൻ PP ഷെരീഫിനും ആദരവ്. ഇതോടെ ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.